കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുമ്പോൾ തന്നെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറയുക. യേശുവിൻ്റെ നാമത്തിൽ ഒരു വന്ദനം പറയുമ്പോൾ തന്നെ അവിടുത്തെ അന്ധകാരം മാറി വെളിച്ചം വരുക. ഇറ്റ് ഈസ് സോ ഗ്ലോറിയസ്, ഇറ്റ് ഈസ് ഫുൾ ഓഫ് ജോയ്, ഇറ്റ് ഈസ് ഫുൾ ഓഫ് പീസ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എഫീഷ്യർക്ക് എഴുതിയ ലേഖനമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഹൗ ഇറ്റ് ഈസ് എ മിസ്റ്ററി, എ റെവലേഷൻ. അതൊരു വെളിപ്പാടാണ്. നാം ഇനിയും വേലക്കാരല്ല, എന്നാൽ അത് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി ഈ ഭൂമിയിൽ നടക്കുക ചെയ്യുന്നത്. ഇത് തിരിച്ചറിയുന്നവർക്കായി അതിനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പറയുകയാണ്, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. എന്താണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ നിരൂപിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ 10-ാമത്തെ വാക്യം പറയാം, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിലെ ആദ്യത്തെ അപ്പോസ്തോലിക് പ്രാർത്ഥന. അപ്പോസ്തലൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, എൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുവാൻ എൻ്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് വിശ്വസിക്കണം, കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നാം. കർത്താവ് വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, കർത്താവ് തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ TV പ്രോഗ്രാമും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കാണത്തില്ല. ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ഗോഡ് ദറ്റ് യു ആർ വാച്ചിങ് മീ ടുഡേ മോർണിംഗ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം അടുത്ത 8-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യങ്ങൾ അത് ഒരു സഭയുടെ ഡിസ്പ്ലേയെക്കുറിച്ച്, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച്, വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. അതാണ് അൺസെർച്ചബിൾ. അതിൻ്റെ 8-ാമത്തെ വാക്യം, ടു മീ who am less of all the saints, grace has been given that I should preach among the Gentiles the unsearchable riches of Christ. എന്താണ് ഉത്തരവാദിത്തം? പൗലോസ് തൻ്റെ ഉത്തരവാദിത്തം പറയാം, that I should preach the unsearchable riches of Christ Jesus, to make all see what is the fellowship of the mystery from the beginning of the ages, being hidden in God who created through Jesus Christ. യേശു ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ഒളിച്ചു വച്ചിരുന്ന ഈ മർമ്മം, അൺസെർച്ചബിൾ റിച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ചിന്തിച്ചാലും തീരാത്ത, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വിലപ്പെട്ട സ്ഥാനം, വിലപ്പെട്ട മുത്തുകൾ, അതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അതിനുവേണ്ടി എന്നെ പ്രീച്ച് ചെയ്യുവാൻ, അതിനെ പ്രഖ്യാപിക്കുവാൻ. ഇത് എടുത്തു പറയുമ്പോൾ പൗലോസ് അവിടെ എടുത്തു പറയുന്നത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വമാണ് ഇത് റിവീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പ്രീച്ച് ചെയ്യുവാനായിട്ട്. അതാ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ടു ദിസ് ഇൻറ്റൻറ്റ് നൗ ദ മെനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് മൈറ്റ് ബി മെയ്ഡ് നോൺ ടു ദ ചർച്ച്, known by the church, to the principality and the powers in heavenly places. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയെ ദൈവം വെച്ചിരിക്കുന്നത് ഡിസ്പ്ലേ ചെയ്യാനാണ്. ആരെ ഡിസ്പ്ലേ ചെയ്യാൻ? ഈ മർമ്മങ്ങൾ, ക്രിസ്തു യേശുവിൻ്റെ മരണ, പുനരുദ്ധാനം, അല്ലെങ്കിൽ മരിച്ചെടുത്ത് ഉയർത്തെഴുന്നേൽക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും സ്വർഗീയ സ്ഥലത്ത് ഇരുത്തിയ ആ മിസ്റ്ററി കൊണ്ടുണ്ടായ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ദൈവസഭയാണ്. അതാണ് to the intent that the manifold wisdom of God might be known by the church,
ടു ദ പവർ ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്. ഓർത്ത് നോക്കിക്കുക, അന്ധകാര ശക്തികൾ, വാഴ്ചകൾ, ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനകൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ആത്മഹത്യയ്ക്കും ഡ്രഗ്സിനകത്തും ആൽക്കഹോളിസത്തിനകത്തും കുടുംബകലഹത്തിലൊക്കെ തള്ളിയിടുന്ന പിശാചിനോട് നിൽക്കട എന്ന് പറയുന്നത് ദൈവസഭയാണ്. ഇല്ല, യേശുവിൻ്റെ നാമത്തിൽ തൊട്ടുപോരുന്നെന്ന് പറയുന്നത് ദൈവസഭയാണ്. സഭ ഉറങ്ങിക്കിടക്കുന്ന സഭയല്ല, അത് പ്രീച്ച് ചെയ്യുന്ന സഭ. അക്കോർഡിംഗ് ടു ദ ഇറ്റേണൽ പർപ്പസ് which has been accomplished in Christ Jesus, in whom we have the boldness and access in confidence through faith in him. Therefore I ask, do not lose heart at the tribulations for you, which is for your glory. ദൈവസഭയുടെ ഉത്തരവാദിത്വം ദറ്റ് ഒരു പാസ്റ്ററിൻ്റെയോ ഒരു അച്ഛൻ്റെയോ ജോലി മാത്രമല്ല ഈ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെ ഡിസ്പ്ലേ ചെയ്യുവാൻ. അത് ആദിയിൽ തന്നെ ക്രിസ്തുവിൽ നിവർത്തിച്ച് ജയോത്സവത്തിനായി നിവർത്തിച്ചിരിക്കുന്ന ആ കർത്താവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും അസെൻഷൻ കൂടെ ഇരുത്തിയ ആ വലിയ മഹത്വമേറിയ മർമ്മത്തെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ദൈവസഭ. സഭയെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണല്ലോ ആദ്യത്തെ പ്രാവശ്യം സഭ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് വന്നതോടെയാണ് വീണ്ടും ജനനം ആരംഭിച്ചു. അതിൻ്റെ മുമ്പേ ആരെങ്കിലും വീണ്ടും ജനിച്ചോ? ഇല്ല, ആർക്കും വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലായിരുന്നു. കാരണം യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്താൽ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അക്കോർഡിംഗ് ടു ദ ഇറ്റേണൽ പർപ്പസ് വിച്ച് ഹി അക്കംപ്ലിഷ്ഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അഥവാ ഇറ്റേണലായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. അത് മുഖാന്തരം സഭയ്ക്ക് വേണ്ടി അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സഭയാണ് അത് വെളിപ്പെടുത്താൻ പോകുന്നത് ലോകത്തിന്. And now look, the church is a very active church. It displays, it is manifesting. ഇരിക്കുന്ന സഭയല്ല. ആദ്യ നൂറ്റാണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ജനനം പ്രാപിച്ചത് യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷമാണ്. 1 പത്രോസ് അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ നിങ്ങൾ മുഴുവൻ വായിച്ചാലേ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പിടികിട്ടത്തുള്ളൂ. അവിടെ 3-ാം വാക്യത്തിൻ്റെ ആദ്യവും 5-ാം വാക്യത്തിലെ അവസാനം വായിക്കുമ്പോൾ പെട്ടെന്ന് പിടികിട്ടും. പിന്നെ മൊത്തം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. അവൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരുടെ കൂടെ നടക്കുമ്പോൾ ശിഷ്യന്മാർ അന്ന് വീണ്ടും ജനിച്ചിട്ടില്ല. അവരുടെ ദൈവമക്കൾ എന്ന പദ്ധതി ഉണ്ടായിട്ടില്ല, ദൈവരാജ്യത്തിൻ്റെ അംഗമായിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവ് വന്നതോടെയാണ് വീണ്ടും ജനനം പ്രാപിച്ചത്. അങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീർന്നത്, ദൈവമക്കളായി തീർന്നത്. നൗ ആ ദൈവമക്കളുടെ അധികാരം എന്താ? അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. സഭയെന്ന് പറയുന്നത് എന്താ? ഇവിടെ എഴുതിയിരിക്കുന്നത്, ദ മെനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് മൈറ്റ് ബി മാനിഫെസ്റ്റഡ് ഓർ മെയ്ഡ് നോൺ ബൈ ദ ചർച്ച്. സഭയെന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ച കൂടി ഒരു കെട്ടിടത്തിനകത്ത് കൂടി കയ്യും അടിച്ച് പാട്ടുപാടി അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടേച്ച് മടങ്ങിപ്പോകുന്നതല്ല സഭ. സഭയെന്ന് പറയുന്ന എല്ലാവർക്കും തുല്യമായി ഉള്ള ഉത്തരവാദിത്വമുണ്ട്. എന്തിനുള്ള ഉത്തരവാദിത്വം? ദാറ്റ് ഐ മേ പ്രീച്ച് ദ അൺസെർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിൽ നിങ്ങൾ ആരാണെന്ന്, അല്ലെങ്കിൽ ക്രിസ്തു യേശുവിൽ ഒരു വ്യക്തി ആരാണെന്ന് പ്രീച്ച് ചെയ്യാനായിട്ടാണ് സഭ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അല്ലാതെ മതപരമായ കുറേ കൂടെ ചടങ്ങ് കാണിച്ച് മനുഷ്യനെ ഞങ്ങളാണ് വിശുദ്ധന്മാർ. നോക്ക്, ഇതൊക്കെ എവിടെയാണ് സംഭവിച്ചത്? ഡീറ്റോറിയേഷൻ എവിടെയാണ് നടന്നത്? അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കാണും, സഭ ആക്റ്റീവ്ലി വിറ്റ്നസ് ചെയ്തിരുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, ശക്തി പ്രാപിച്ച് എൻ്റെ സാക്ഷികൾ ആകും. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വന്നാൽ ആകുവീൻ എന്നല്ല യേശു പറഞ്ഞത്, എൻ്റെ സാക്ഷികൾ ആകുവീൻ എന്ന് യേശു പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നാൽ അയാൾ ആകും. അയാളെ ആരും പ്രത്യേകിച്ചും സാക്ഷ്യം പറയാനൊന്നും എഴുന്നേക്കണ്ട. അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പ് വന്നോ, യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ സൗഖ്യമാക്കി, ആർക്കും പിടിച്ചടക്കാൻ പറ്റത്തില്ല ആ സാക്ഷ്യം, ആർക്കും നിഷേധിക്കാനും പറ്റത്തില്ല. പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവരെയൊക്കെ പൈസ കൊടുത്ത് സാക്ഷ്യം പറയിപ്പിക്കുക. പൈസ കൊടുത്താലൊന്നും ആകാത്ത കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടതും കേട്ടതും തൊട്ടതും. ഇറ്റ് ഈസ് റിയൽ. ആ റിയാലിറ്റിയെ ഡിസ്പ്ലേ ചെയ്യുന്നതാ കർത്താവിൻ്റെ സഭ. സഭയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യ നൂറ്റാണ്ടിൽ നോക്കിയാൽ അവർ ദിനംതോറും കൂടിയിരുന്നു. ചിലരിങ്ങനെ പറയാറുണ്ട്, സഭയെന്ന് പറയുന്ന ചെറിയ സഭയാണ് നല്ല സഭ. വെരി റോങ്. അപ്പോസ്തല പ്രവൃത്തി വായിക്കുക, അവർ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ ദിനംതോറും എണ്ണത്തിൽ
പെരുകുന്നത് ആ സഭ. സഭ എന്ന് പറയുന്ന ഒരു സ്റ്റാഗ്നൻ്റ് അല്ല. നമ്മൾ അടുത്തത് എഫീഷ്യർ ഈ 3-ാം അധ്യായത്തിൻ്റെ അടുത്ത പ്രാർത്ഥനയിലോട്ട് കടക്കുമ്പോൾ അവിടെ 2 കാര്യം കാണാം. ഒന്ന് കെട്ടിടം, 2 മരത്തോട് അല്ലെങ്കിൽ ഒരു ട്രീയോട്, ഒരു മരത്തോട് ഉപമിച്ചിരിക്കുക. വളരുന്ന ഒരു സഭ, വളർച്ച ഉണ്ടായിരിക്കണം. എങ്ങനത്തെ വളർച്ച? എണ്ണത്തിൽ അവർ പെരുകി. അവർ പോകുന്നിടമെല്ലാം അവർ സാക്ഷ്യം പറഞ്ഞു. എന്താ സാക്ഷ്യം പറഞ്ഞു? യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അതിൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ മുഴുവൻ വായിക്കണം. ദേ വർ ആക്റ്റീവ്ലി വിറ്റ്നസിങ് ചർച്ച്. അതാണ് ഇവിടെ പൗലോസ് പറയാണ്. ആൻഡ് ദാറ്റ് ദ മെനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് വിൽ ബി മാനിഫെസ്റ്റഡ്, വിൽ ബി പ്രീച്ച്ഡ്, വിൽ ബി ഡിസ്പ്ലേഡ് ടു ദ ഹോൾ വേൾഡ് ബൈ ദ ചർച്ച്. ദൈവസഭ ദൈവം ആക്കി ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞായറാഴ്ച തോറും ഒരു മതപരമായ ഒരു ആക്ടിന് വേണ്ടിയല്ല, മതപരമായിട്ട് ഒരു ചടങ്ങിന് വേണ്ടിയല്ല. എവിടെയായി സംഭവിച്ചത്? എന്താ? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ചേഞ്ച്ഡ് ദ ഹോൾ സിനാരിയോ? നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇത് അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിക്കണം. ഇന്ന് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനിക്കണം, ഈ ഒരാഴ്ച കൊണ്ട് അപ്പോസ്തല പ്രവൃത്തി ഞാൻ വായിച്ചു തീർക്കും. അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവ് വ്യക്തി കൂടെ നടക്കുന്നു. ഓരോ വ്യക്തികളും ദിനംതോറും അവർ ടെസ്റ്റിഫൈ ചെയ്യുന്നു നിർഭയമായി. പൗലോസ് പറയുന്നത് പോലെ, ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് ആ ബോൾഡ്നെസ്സാ കാര്യം, ഞാൻ തൊട്ടതാണ്. അതാ യേശു ക്രിസ്തു ഒരു വ്യക്തിയെ കൊന്നാൽ വിഷയം മുഴുവൻ മാറുമെന്ന് പിശാച് ചിന്തിച്ചപ്പോൾ, ഒരു യേശു പോയപ്പോൾ ലക്ഷക്കണക്കിന് യേശുമാരെ ഇന്ന് എഴുന്നേറ്റിരിക്കുന്നു, യേശുവിൻ്റെ നാമം വഹിച്ച് നടക്കുന്നവർ. അടുത്ത ശനിയാഴ്ച സെപ്റ്റംബർ 13-ാം തീയതി പകൽ ഞങ്ങൾ പെരുമ്പാവൂരിലുണ്ട്. പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മുതൽ ഉച്ചവരെ TV പ്രേക്ഷക മീറ്റിങ്ങും വിടുതൽ ശുശ്രൂഷയും. അതിനടുത്ത ശനിയാഴ്ച 20-ാം തീയതി സെപ്റ്റംബർ 20-ാം തീയതി ശനിയാഴ്ച തൊടുപുഴ വണ്ണപ്പുറത്ത്, അതും രാവിലെ മുതൽ ഉച്ചവരെ മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പെരുമ്പാവൂരിൽ സെപ്റ്റംബർ 13 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഫാസ് ഓഡിറ്റോറിയം, കോടതിക്ക് സമീപം. തോമസൂടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും വണ്ണപ്പുറത്ത് സെപ്റ്റംബർ 20 ശനി. ശ്രീനാരായണ ഓഡിറ്റോറിയം. ശുശ്രൂഷ രാവിലെ 10-ന്. തോമസൂട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. സോ ഒരു മാസ്, ഒരു മൂവ്മെൻറ്റ് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുക. എൻ്റെ എവിടെയും നോക്കിയാൽ എണ്ണത്തിൽ അവർ പെരുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ എങ്ങും എഴുതിയിട്ടില്ല ചെറിയ സഭ നല്ല സഭയാണെന്ന്. ചിലർ പറയാറുണ്ട് അവിടെ ആൾ കൂടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ചുമ്മാ സന്തോഷവും അനുഗ്രഹവും പറയുന്നത് കൊണ്ടാണ് അവിടെ കൂട്ടസ്നാനം നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പത്രോസും അത് തന്നെയായിരിക്കും പറഞ്ഞത്, അല്ലേ? അല്ലെങ്കിൽ ആദ്യ സ്നാനത്തിൽ തന്നെ 3000 പേര് സ്നാനപ്പെട്ടു എന്നാണ്, പിന്നീട് 5000 പേരോട് ചേർക്കപ്പെട്ടു. സോ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ എക്സാമ്പിൾ, ദേ ഡിഡ് നോട്ട് ഹാവ് എ ബൈബിൾ. അവർക്ക് ബൈബിൾ ഇല്ലായിരുന്നു. ബൈബിൾ പിന്നീടാണ് ഉണ്ടായത്, ബൈബിൾ പിന്നീടാണ് പ്രിൻറ്റഡ് ആയത്. അവർക്ക് പ്രത്യേകിച്ചൊന്നും നമ്മളെപ്പോലെയുള്ള സൗകര്യങ്ങളില്ലായിരുന്നെങ്കിലും അവരുടെ ഉള്ളിലൊരു തീ കത്തുന്നുണ്ടായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ ജീവിക്കുന്ന യേശു എന്നും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിലാണ് അവരുടെ നടപ്പും അവരുടെ സംസാരവും അവരുടെ ആ അധികാരവും അത് മുഴുവൻ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുക. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം. മറന്നു പോകരുത്. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗം അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കണ്ണ് തുറന്ന് മനസ്സിലാക്കേണ്ടത്, that the same power that worked in Christ when he raised him from the dead, seated him in heavenly places, far above all principality, all power, might, dominion, every name that is named, ella namattekalum, and not only this age but all the ages to come, sagala namattekali melay naam avanu nalgiyenu matramalla, and he put all things under his feet and gave him to be the head over the church, which is his body, and the fullness of him he fills it all. എന്ന് പറഞ്ഞാൽ യേശുവിന് എന്തൊക്കെ അധികാരം കിട്ടി അത് മുഴുവൻ സഭയ്ക്ക് കൊടുത്തു. എന്തിനാ സഭയ്ക്ക് കൊടുത്തത്? കിടന്നുറങ്ങാനല്ല, എഴുന്നേറ്റ് പ്രകാശിക്കാനാണ്, മറ്റുള്ളവരെ യേശുവിൻ്റെ സ്നേഹം അറിയിക്കാനാണ്, മറ്റുള്ളവരെ യേശു ആരാന്ന് അറിയിക്കേണ്ട, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. അതാ അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ വായിക്കുന്നത്. പിന്നീട് സഭയ്ക്ക് ആ കാലങ്ങളിൽ വലിയൊരു പീഡനമുണ്ടായി. ഡാർക്ക് ഏജസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് അറിയപ്പെടും. അന്ന് വരെ ആക്റ്റീവ്ലി
അവർ നിങ്ങൾ വേദപുസ്തകം അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ അവർ ആഴ്ചയിലൊന്ന് ദേവാലയത്തിൽ വന്നു, ദിനംതോറും ഭവനത്തിൽ കൂടി. സോ ഇറ്റ് വാസ് ആക്റ്റീവ്. എല്ലാ ദിവസവും അവർ വീടുകളിൽ കൂടുകയും അപ്പം ഞെറുക്കുകയും അവർക്ക് വലിയൊരു അഗ്നി അകത്തുണ്ടായിരുന്നു. ആ അഗ്നി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുക, വാസ്തവത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും ആ സുവിശേഷത്തിന് വേണ്ടി കർത്താവായ യേശു ചെയ്ത നന്മകൾ പ്രസ്താവിക്കുവാനുള്ള ആ വാഞ്ച, ആ പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളുടെ ഉള്ളിൽ കത്തട്ടെ എന്ന് വാസ്തവത്തിൽ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അതിൻ്റെ ആ ആക്റ്റീവ്നെസ് പോയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വളരെ വലിയൊരു പീഡനം ഉണ്ടായി നീറോ ചക്രവർത്തിയുടെ കാലത്തിൽ. അതിനുശേഷം ഡെമോക്ലേഷ്യൻ രാജാവ് വന്നപ്പോൾ മുഴുവൻ ബൈബിളെല്ലാം കത്തിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നാമം ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അവരെ ഉപദ്രവിക്കുകയും മാസ്സായിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഡൊമിനേഷൻ ചക്രവർത്തിയുടെ ആഗ്രഹം അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ വിചാരം ഇത് ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവം അവസാനിപ്പിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഈ വേദപുസ്തകം മനുഷ്യൻ എഴുതിയെങ്കിലും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ വചനമാണ്. ഇത് ആരംഭിച്ചത് കുറച്ച് മനുഷ്യർ കൂടിയിരുന്ന് തീരുമാനിച്ചെഴുതിയതല്ല. ഇത് സ്വർഗം തീരുമാനിച്ചപ്പോൾ ആരംഭിച്ചത്. സ്വർഗം തീരുമാനിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ അവസാനമുള്ളൂ. അത് കർത്താവിൻ്റെ വരവെങ്കിലാണ്. അതിൻ്റെ മുമ്പിൽ നോ വൺ ക്യാൻ ടച്ച് ദ ഗോസ്പൽ. ഡൊമിനേഷൻ ചക്രവർത്തിയുടെ കാലഘട്ടത്ത് ഒത്തിരി വലിയ പീഡനങ്ങളുണ്ടായി. അങ്ങനെ ഒരു ഡാർക്ക് ഏജസ്. ആരും വെളിയിൽ യേശു ആണെന്ന് പറയാൻ മടി, ഭയം. വാളിനാൽ അവർ അറക്കപ്പെട്ടു. ലാംപ് പോസ്റ്റിൻ്റെ പകരമായി ക്രിസ്ത്യാനികളെ കെട്ടി കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെയധികം പീഡനം സഭയ്ക്കുണ്ടായി. എന്നാൽ 313 കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്ന ഡൊമിനേഷൻ ചക്രവർത്തിയുടെ മകൻ ഒരു യുദ്ധം തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ക്രൂശിൻ്റെ ഒരു ദർശനം കണ്ടു. ആ ക്രൂശിൻ്റെ അടയാളത്തിൽ ഉള്ള യുദ്ധമായി പിന്നീട് ആ ക്രൂശിൻ്റെ അടയാളം ഒരു ലക്കി സൈനായിട്ട് ഉപയോഗിച്ചു. താൻ യുദ്ധങ്ങളെല്ലാം ജയിക്കാൻ തുടങ്ങി. തൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിനെ തൊട്ടതോ യേശുക്രിസ്തുവിന് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും ക്രോസ് ഒരു ലക്കി സൈനായി. 323 ഓർത്ത് നോക്കിക്കുക. ഏത് അപ്പനാണോ ഇത് മുഴുവൻ നശിച്ചത്, ഏത് ഖജനാവാണോ അതിനുവേണ്ടി ഉപയോഗിച്ചത്, അതേ ഖജനാവിൽ നിന്നും അതേ മകൻ ഇതേ യേശുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ യേശുവിൻ്റെ പിൻഗാമികൾക്ക് അത് മുഴുവൻ പണിയാൻ തുടങ്ങി. വലിയൊരു പണി അവിടെ ആരംഭിച്ചു. അങ്ങനെ 323 ബിൽഡിങ്സ് കെട്ടാൻ തുടങ്ങി, ആരാധിക്കുവാൻ ബിൽഡിങ്സ് കെട്ടാൻ തുടങ്ങി. AD 400 ആയപ്പോൾ തിയോഡോഷ്യസ് എന്ന് പറയുന്ന ആ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഇത് സ്റ്റേറ്റ് റിലിജനായി, അഥവാ ഇത് രാജാവിൻ്റെ മതമായി. അങ്ങനെ മതത്തിൻ്റെ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഈ സാധാരണ വീട്ടിൽ കൂടിക്കൊണ്ടിരുന്ന ആ സിമ്പിൾ ക്രിസ്ത്യാനിറ്റി, യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് നടന്നവരുടെ ഉള്ളിൽ സങ്കീർണമായ ഒരു മതം അകത്ത് കയറി. ആ കാലഘട്ടത്തിലായിരുന്നു ഓർത്ത് നോക്കിക്കേ, സാധാരണ വീട്ടിൽ കൂടി കർത്തൃമേശ നടത്തുമ്പോൾ ഇറ്റ് വാസ് എ ഷെയറിങ് ഓഫ് മീൽ. ഒരു ഷെയറിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവരെല്ലാവരോടും ഉള്ള ഭക്ഷണം കഴിക്കുകയും ആ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു കർത്തൃമേശ. പിന്നീട് അതൊരു സെറിമണിയായി, അതൊരു എന്നാ പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി അല്ലെങ്കിൽ പരിപാടി, മതത്തിൻ്റെ പരിപാടിയാക്കി മാറ്റി. അതുവരെയും വിശുദ്ധ സമൂഹമായിരുന്നു, എല്ലാവരും വിറ്റ്നസ് ചെയ്യുന്നവർ, എല്ലാവരും മുമ്പോട്ട് പോകുന്നവർ. പക്ഷേ അവിടെ നിന്ന് അങ്ങ് മാറി രാജാവ് കൺവേർട്ടഡ് ആയതോടെ വിശുദ്ധ മനുഷ്യരായി തീർന്നു. സോ ആ വിശുദ്ധ സമൂഹത്തിൽ നിന്ന് മാറി മനുഷ്യൻ വിശുദ്ധനായി തീർന്നു. ദേവാലയത്തിന് അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് പ്രസക്തിയായി. 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് മാറി ദേവാലയങ്ങളായി പ്രസക്തി. അവിടെ ആ വിശുദ്ധി, അവിടെ ചെന്നാലേ ദൈവം കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നോ യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ, അതിൻ്റെ നേരെ വിപരീതമായൊരു ഡിസ്റ്റോർഷൻ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് കാണാം. അവിടുന്ന് ടോട്ടലി ചർച്ചസ് ബിക്കെയിം ബൗണ്ട്. പക്ഷേ പിന്നീട്
മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ ആ കാലഘട്ടത്തിലാണ് ആദ്യത്തെ റിഫോർമിംഗ് മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. ഇത് തെറ്റാന്ന് പറഞ്ഞ് ആദ്യമേ മാർട്ടിൻ ലൂഥർ കിങ് വന്നു, തൊട്ടുപോലെ വെസ്ലി വന്നു, അതിൻ്റെ പിന്നിൽ പെൻറ്റക്കോസ്റ്റൽ മൂവ്മെൻറ്റ് വന്നു. അവരെല്ലാം തിരുവെഴുത്ത് വായിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ട്രഡീഷൻസ് തെറ്റാന്ന് വാദിക്കുകയും അതിനവർ വലിയ വില കൊടുത്തു. ആദ്യമേ ഈ ബൈബിൾ ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ വില്യം ടിൻഡേൽ എന്ന് പറയുന്ന ആൾ തന്നെ അവസാനിപ്പിച്ചത്, തന്നെ തകർക്കുവാൻ. There were hundreds and thousands of martyrs, but let me tell you, this book which is in your hand, ഈ തിരുവെഴുത്ത് നിങ്ങളുടെയും എൻ്റെയും കയ്യിലെത്തിയത് അത് വെറുതെ അല്ല. ഇറ്റ് വാസ് ബൈ പേയിങ് എ ഹ്യൂജ് പ്രൈസ് ആൻഡ് മെനി എ ടൈംസ് ഇറ്റ് വാസ് ലൈഫ്സ് വിച്ച് വർ മാർട്ടിയർഡ് because they knew in their heart that this Jesus is alive. They did not care for their life. അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു പോലുമില്ല. കാര്യം അവർക്ക് നിത്യതയെ മുറുകെ പിടിച്ചു, വിശ്വാസത്തിൻ്റെ പോരാട്ടം പോരാടി അവർ നിത്യതയെ മുറുകെ പിടിച്ച് നടന്നവരാണ്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ ഓർത്ത് നോക്കിയേ, എല്ലാ കാലഘട്ടങ്ങളിലും വലിയ ഉണർവിൽ തുടങ്ങി അവസാനം അത് മതമായി, സംഘടനയായി ആ ഉണർവ് അവിടെ താന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ കർത്താവ് തൻ്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ സമൂഹത്തെ, ഓരോ കൂട്ടരെ, ഓരോ വ്യക്തികളെ ഇവിടെയും അവിടെയും ഉപയോഗിച്ച് ഉണർവ് താൻ മുന്നോട്ട് കൊണ്ടുപോയി ഈ അന്ത്യകാലത്ത് കർത്താവ് ഏറ്റവും മാക്സിമമായി തന്നെ വെളിപ്പെടുത്തുന്ന കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, ആൻഡ് ദ മെനി ഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ്. ഞാൻ ആഗ്രഹിക്കുന്നത് അടങ്ങിയിരിക്കരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ചെയ്തത്, ഒരു ആഴ്ച തീരുമാനിക്കണം. ഞാൻ കണ്ടുമുട്ടുന്ന കുറഞ്ഞതൊരു 3 വ്യക്തികളോടെങ്കിലും ഈ സാക്ഷ്യം ഞാൻ പറയും. യേശു ആരാന്ന് പറയും. ദാറ്റ് ഈസ് ഡിക്ലെയറിങ്, പ്രീച്ചിങ് ദ മെനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ്. നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ഉപ്പും വെളിച്ചവുമായിട്ടാണ്. നമ്മൾ മതം മാറ്റുന്നവരല്ല, എന്നാൽ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം പ്രസ്താവിക്കുന്നവരാണ്. നമ്മൾ ഒരു വ്യക്തിയെ പോലും താത്തുകെട്ടാനോ ഒരു മതത്തെ താത്തുകെട്ടാനോ സംഘടനകൾ തെറ്റാന്ന് പറയാൻ അന്നവരല്ല. പക്ഷേ ഓപ്പൺ യുവർ ഐസ്, ദർ ഇസ് സംവൺ ഹൂ ഇസ് റിയൽ. യേശു എന്ന പേര്, ആ യേശുവിൽ ഒരുവനായി കഴിഞ്ഞാൽ അത് അൺസർച്ചബിൾ റിച്ചസ്, ബഹുവിധമായ ജ്ഞാനം. എത്ര മനസ്സിലാക്കിയാലും ഒന്നും മനസ്സിലായിട്ടില്ല. ദൈവത്തെ എനിക്ക് മുഴുവൻ അറിയാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഫൂളിഷ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ കർത്താവിലായിട്ട് ഇന്ന് 15 വർഷമായി. 15 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും എനിക്ക് അതിൻ്റെ അറ്റം പോലും ആ വലിയ കടലിൻ്റെ തീരത്തിലെ ഒരു സാൻഡിൻ്റെ തരി പോലും പിടികിട്ടിട്ടില്ല. യേശു അൺസർച്ചബിളാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ദൈവ പൈതലാണ്. അതാ എന്നോട് തിരുവെഴുത്ത് പറഞ്ഞത്. അതാ എൻ്റെ മർമ്മം. ഞാൻ ദൈവ പൈതലായി തീർന്നു. ഇനി ഞാൻ ഒരു പരാജയമായി തീരത്തില്ല. ഞാൻ തൊടുന്നതെല്ലാം സാധിക്കും. മഹാസന്തോഷത്താൽ ഞാൻ നിറയും. അപ്പോൾ തന്നെ എൻ്റെ ആക്റ്റീവ് ലൈഫ് ആ വിറ്റ്നസിങ് ജീസസ് ക്രൈസ്റ്റ്. അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ലെറ്റ് മീ ടെൽ യു മൈ ഡിസയർ മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കിൽ, കന്നഡയിൽ, തമിഴിൽ, പഞ്ചാബിയിൽ, മറാഠിയിൽ ഈ വർഷം തന്നെ ഐ എം റിയലി പ്രേയിങ് ദാറ്റ് ദിസ് ടെലിവിഷൻ വിൽ ഗോ ഇൻ ടു all languages that India will arise at the name of Jesus Christ. ഈ നല്ല രക്ഷകനെ മനസ്സിലാക്കുവാൻ, ഒരു മതത്തിൻ്റെ ദേവനല്ല ഇതൊരു മതമല്ല. He's a savior. He's real, my friend. So real that you can touch him. So real that he can fill you with joy. Your life will become a purposeful life of joy, a life of satisfaction. Let me tell you, Jesus is more than a religion. It is not a religion. He's an experience. He's alive. And we are here to witness ജീസസ് ഇസ് അലൈവ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രിയമുള്ളവരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കൂടെ നിന്നു. ഐ റിയലി പ്രേ ദാറ്റ് ഈച്ച് വൺ ഹു ഈസ് വാച്ചിങ് ദിസ് എപ്പിസോഡ്, ഈ മാസം നിങ്ങൾ ഡിസൈഡ് ചെയ്യണം ദാറ്റ് യു ആർ ഗോയിങ് ടു ഹെൽപ്പ് us ഈവൻ മോർ, ദാറ്റ് വി ക്യാൻ ഗോ ടു അൺറീച്ച്ഡ് ഏരിയാസ്, അൺറീച്ച്ഡ് ലാംഗ്വേജ് ഗ്രൂപ്പ്സ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഐ സീ സച്ച് എ ഗ്രേറ്റ് ഹങ്കർ. ഇത്രയും വലിയ സുവിശേഷത്തിന് വേണ്ടിയുള്ള ദാഹം. നിങ്ങൾ പ്രാർത്ഥിക്കണം. I really pray that the Lord will touch you and talk to you, to stand by us. നിങ്ങൾ എന്നോട് കൂടെ നിന്ന് let us proclaim that Jesus Christ is Lord. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാനിവിടെ ഇരിക്കുമ്പോൾ it is so anointing is so great, it is so thick.
The Lord is going to touch you in a very, very powerful way. പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി കർത്താവെ, ഇന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയകണ്ണുകൾ പ്രകാശിക്കട്ടെ. ക്രിസ്തു യേശുവിലുള്ള വിളിയാലുള്ള ആശ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഹൃദയകണ്ണ് തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം, ക്രിസ്തു യേശുവിൽ ഉള്ള ജ്ഞാനം മറ്റുള്ളവരെ അറിയിക്കാൻ ഓരോരുത്തരും അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ശാരീരികമായ രോഗികളായിരിക്കുന്നവർ ആ ശാരീരികമായ രോഗം പൂർണ്ണമായും മാറട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ, അത്ഭുത വഴികൾ തുറക്കപ്പെടട്ടെ. മാത്രമല്ല കർത്താവെ, ഓരോ ഹൃദയം കാണുന്ന ഓരോരുത്തരോട് ഇടപെടണം. ഈ സുവിശേഷം എല്ലാ ഭാഷകളിലും എല്ലാ മൂല വരെയും അത് കേൾപ്പിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാവരുടെയും കൂട്ടായ ശ്രമം അത് സാധിക്കത്തുള്ളൂല്ലോ. കാണുന്ന ഓരോരുത്തരെയും കർത്താവ് പ്രേരിപ്പിക്കണം, അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി. മഹാസന്തോഷത്താൽ നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും കാണും വരെയും കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മഹാസന്തോഷത്താൽ നിറയണം. ബി ഫിൽഡ് വിത്ത് ജോയ്, ദ ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദാറ്റ് യു വിൽ ബി ഫിൽഡ് വിത്ത് ഗ്രേറ്റ് തിങ്സ് ഇൻ ലൈഫ്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പെരുമ്പാവൂരിൽ സെപ്റ്റംബർ 13 ശനി, ശുശ്രൂഷ രാവിലെ 10 ഫാസ് ഓഡിറ്റോറിയം, കോടതിക്ക് സമീപം. തോമസൂടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും വണ്ണപ്പുറത്ത് സെപ്റ്റംബർ 20 ശനി, ശ്രീനാരായണ ഓഡിറ്റോറിയം, ശുശ്രൂഷ രാവിലെ 10 തോമസൂട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒട്ടേറെ സവിശേഷതകളുമായി സ്വർഗീയ വിരുന്നിന്റെ നവീകരിച്ച വെബ്സൈറ്റ് theheavenlyfeast.org ഇപ്പോൾ തന്നെ ലോഗോൺ ചെയ്യുക. ഏറ്റവും പുതിയ ടെലിവിഷൻ എപ്പിസോഡുകൾ, ഞായർ ശുശ്രൂഷയുടെ മുഴുനീള ഓഡിയോ, 100 കണക്കിന് സന്ദേശങ്ങളുടെ വീഡിയോ ഓഡിയോ ശേഖരം, തങ്കു ബ്രദറിന്റെയും തോമസൂട്ടി ബ്രദറിന്റെയും ബ്ലോഗുകൾ, ലോകമെമ്പാടുമുള്ള സ്വർഗീയവിരുന്ന പ്രവർത്തനങ്ങളുടെ മുഴുവൻ വിവരങ്ങൾ, യേശുക്രിസ്തുവിനാൽ സൗഖ്യമായ സ്വതന്ത്രരായ അസംഖ്യം അത്ഭുത സാക്ഷ്യങ്ങൾ, 24/7 HF TV തുടങ്ങി ഒട്ടേറെ പുതുമകളുമായി കൂടുതൽ യൂസർ ഫ്രണ്ട്ലി വെബ്സൈറ്റ്. സ്വർഗീയ വിരുന്നിന്റെ നവീകരിച്ച വെബ്സൈറ്റ് സന്ദർശിക്കുക theheavenlyfeast.org. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ. നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. യേശുനാഥൻ ശാപമാകെ ഏറ്റതാ, മുള്ളുകൊണ്ടുള്ളോർ മുടിയായേറ്റതാ. ദരിദ്രനാ